സ്വർണ്ണവില ഇതാ ഈ പുലർച്ചയോടടുക്കുമ്പോൾ വലിയ രീതിയിലുള്ള തകർച്ച നേരിട്ടിരിക്കുകയാണ്. ഭയങ്കരമായ രീതിയിലുള്ള തകർച്ച നേരിട്ടൊക്കെയാണ്. യുണൈറ്റഡ് കിങ്ഡവുമായിട്ട് US ഡീൽ ഉണ്ടാക്കി. അതാണ് മെയിൻ കാരണം. ഇത് മറ്റുള്ള രാഷ്ട്രങ്ങളോടും ഉണ്ടാക്കിയേക്കും എന്നുള്ള ഒരു ചിന്താഗതി വന്നു. പിന്നെ ഇന്നലെ റേറ്റ് കട്ടൊന്നും നടത്തിയിട്ടില്ല. ചൈന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗോൾഡ് ഇമ്പോർട്ട് നല്ലോണം നടത്തുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു 6 മന്തായിട്ട്. അപ്പോൾ അതിൽ ചെറിയ രീതിയിൽ ആ ഗോൾഡ് ഇമ്പോർട്ട് കോട്ടയിൽ ചെറിയ രീതിയിലുള്ള ലൂസൻസ് ചെയ്ത് കുറച്ചു എന്നുള്ള വാർത്തകളും വരുന്നുണ്ട്. എന്തായാലും ഗോൾഡ് വലിയ രീതിയിൽ ഇടിച്ചില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയില്ല. ഇന്ന് വെറുതെ നേരത്തെ 1160 രൂപ കുറച്ചതായിരുന്നു. അങ്ങനെ ഗോൾഡ് 71,880 മാറിയിട്ടുണ്ടായിരുന്നു. നാളെ ആ ഒരു സമയത്ത് നിന്ന് ഈ സമയത്ത് നാളത്തെ സമയത്തേക്ക് നോക്കുമ്പോൾ ഗോൾഡ് വലിയ രീതിയിൽ തകർച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ മറ്റൊരു 800 രൂപ കുറഞ്ഞേക്കാവുന്ന നിലയിൽ ഇടിഞ്ഞിട്ടുണ്ട്. ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ ഉള്ള ഭയങ്കരമായ രീതിയിൽ ഇടിച്ചിട്ടുണ്ട്. ഇന്ത്യൻ മാർക്കറ്റിൽ അതിന് മാത്രമില്ല ഇടിവില്ല. അത് രൂപയും ഡോളറും തമ്മിലുള്ള വ്യത്യാസം കൊണ്ടാണ്. എന്തായാലും 800 രൂപ കുറഞ്ഞേക്കാവുന്ന അവസ്ഥ. എന്തും കണ്ടൊന്നും ആരും പേടിച്ച് വിറ്റേവാക്കേണ്ട അവസ്ഥയൊന്നുമില്ല. വലിയ രീതിയിലുള്ള എക്കണോമിക് അൺസർട്ടനിറ്റി ലോകത്തുണ്ട് എന്നുള്ളത് തന്നെയാണ് ഗോൾഡിന് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഡൈനാമിക് ചേഞ്ചസും എന്നാൽ ഒരേ ടൈപ്പുള്ള ഫോർവേഡ് മൂവ്മെൻറ്റും കാണിക്കുന്നത്. അതുകൊണ്ട് ഗോൾഡ് വലിയ രീതിയിൽ ഈ ഒരു മാർക്കറ്റിൽ ഇത്രയും വലിയ നോയ്സ് ഉണ്ടാകുക എന്നുള്ളത് കറക്റ്റ് സിമ്പിളാണ്. എന്തിൻ്റെ ഗോൾഡ് മുകളിലേക്ക് അല്ലെങ്കിൽ വലിയ നമ്പറിലേക്ക് പോകാൻ ആളുകൾ ഭയങ്കരമായ രീതിയിൽ സെൻസിറ്റീവാണ് ഗോൾഡ് ഇഷ്യൂവിൽ.